എന്നുള്ളത് നമ്മുടെ ഷിബു ചേട്ടന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ്. ചെറുപ്പം മുതലേ അവർ സുഹൃത്തുക്കളായിരുന്നു. ആ ചേട്ടൻ ഇവിടെ നാട്ടിലുണ്ട്. ആ ചേട്ടനെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. ചേട്ടൻ എവിടെയാണ്? ആദ്യമായിട്ടാണ് ഈ പണി. ചേട്ടൻ ഒരു ഗുണ്ടയാണ്. എനിക്ക് ചെറിയ പേടി ചേട്ടൻ നമ്മുടെ ചാനലിന് വേണ്ടി വന്നതാണ്. ലുട്ടാപ്പി പുതിയ ചാനലാണ്. ചേട്ടൻ ഷിബു ചേട്ടനെ അറിയാമോ? ഷിബുവും ഞാനും കുട്ടിക്കാലം മുതലേ സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഒരേ നാട്ടിൽ ഒരേ സ്കൂളിൽ ഒരേ ബെഞ്ചിൽ ഇരുന്ന് ഉറങ്ങിയവരാണ്. അല്ല പഠിച്ചവരാണ്. പക്ഷേ എന്ത് പറ്റി ചേട്ടന്? ചേട്ടൻ ഇപ്പോ ഷിബു ചേട്ടൻ വലിയ നിലയിലാണല്ലോ. ചേട്ടൻ ഇവിടെ നാട്ടിലാണോ? അവന് വേണ്ടി ഓരോ പ്ലാനും ഉണ്ടാക്കി പോയി ഞാൻ ഈ നിലയിലും അവൻ ആ നിലയിലും. ചേട്ടൻ എങ്ങനെയാണ് ഗുണ്ടയായത്? ഗുണ്ടയായെന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. അവന് വേണ്ടി ഞാൻ തല്ല് കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ പരുവത്തിലായത്. അവൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവന് മിനിമം എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ എന്നെ പറ്റി പറഞ്ഞു. അലവലാതി അവിടെ അപ്പൻ ഷാജിയാണ്. അത് അവളെ ലൈൻ അടിക്കാൻ വേണ്ടി അവളെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാൻ അവനുണ്ടായി. പക്ഷെ തല്ലി കിട്ടിയതായി. അതായത് ഒരു ദിവസം അവൾ സ്കൂൾ വിട്ട് വീട്ടിൽ പോകുന്ന വഴി ഞാൻ പോയി അവിടെ മാല വയ്ക്കണം. അപ്പൊ അവൻ വന്ന് രക്ഷിക്കുന്നു. അവൻ വന്ന് രക്ഷിക്കുന്നു. കുറെ അന്ന് അവനെ ഇംപ്രസ് ചെയ്യുന്നു. പക്ഷെ സംഭവിച്ചതെന്ന് വെച്ചാൽ അവൻ വന്ന കൂട്ടത്തിൽ ഞാൻ നാട്ടിലെ ഒരു 13 പേരോട് പറയാമോ? അയ്യോ അവരെല്ലാം കൂടെ വന്ന് എന്നെ പറ്റിക്കും. അയ്യോ അന്നുകൊണ്ട് ഞാൻ തല്ലുകൊള്ളാൻ പറഞ്ഞു. പിന്നെ ഞാൻ കൊടുത്തും അങ്ങനെ ഒരു പരുവത്തിലങ്ങായി. ഇപ്പൊ എന്തെങ്കിലും ഒരു ജോലിയുണ്ടോ? ഇപ്പൊ ഞാനിങ്ങനെ സർക്കാർ ജോലിയാണ്. ബിയോകോയിലെ ഒരു സ്ഥിരം കസ്റ്റമറാണ്. അതുപോലെ നമ്മുടെ പഞ്ചായത്ത് കലിമ്പുകളും എല്ലാം നമ്മുടെ സ്വന്തമാണ്. എല്ലാം നമ്മുടെ സർക്കാർ എല്ലാം അങ്ങനെയാണ്. ഈ ശിവചേട്ടനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ശിവചേട്ടൻ വിളിക്കാറുണ്ടോ? പറയാറുണ്ടോ? നാട്ടിൽ വരുമ്പോ ഒക്കെ കാണാറുമുണ്ട്. ഞങ്ങൾ കൂടാറുമുണ്ട്. പിന്നെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അങ്ങനെ വിളിച്ചോളാന്ന് പറഞ്ഞു. ചേട്ടനെ വിളിച്ചോളാം നാട്ടിലൊരു ആവശ്യത്തിന്. എന്നെ അല്ല ദൈവത്തെ എനിക്കിപ്പോ പഴയ പോലെ തന്നെ എനിക്ക് പറയാനുള്ളത് അവൻ ഇനി 100 വർഷം കൂടെ ജീവിക്കട്ടെ. ഇനി അടുത്ത തവണ വരുമ്പോ നമുക്കുള്ള പതിവ് മറക്കാതെ ഇപ്പൊ അവൻ 50 വയസ്സായി. അതുകൊണ്ട് ഇനി 50 വർഷം പഴക്കമുള്ള സാധനങ്ങൾ മാത്രമേ എനിക്ക് കൊണ്ടുവരാവുള്ളൂ എന്നുള്ള അപേക്ഷയുള്ളൂ. ഇതിലൂടെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആൾക്കാരെ എല്ലാ പണിക്കും നമുക്ക്